ഇവിടെ അട്ടയുണ്ട്. ഹേ ഗൈസ്, എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പോവാണെങ്കിൽ നമ്മൾ 4 ട്രിപ്പിന് പോകാൻ വേണ്ടിയാണ്. വേറെ ഒന്നും അല്ല ഗൈസ്, നമ്മൾ പത്തനംതിട്ട ഗവി കാണാൻ വേണ്ടി പോവാണ്. കുറെ നാളത്തെ ആഗ്രഹമാണ് നമുക്ക് ഗവിക്ക് പോകണമെന്ന്. ഓടിയ സിനിമ കണ്ടതിന് ശേഷം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഗവി കാണാൻ വേണ്ടി പോകണമെന്ന്. അപ്പൊ നാളെ അത് സാധിക്കാൻ വേണ്ടി പോവാണ്. നാളെ രാവിലെ 5:30 നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് ബസ്സുണ്ട് ഗവിക്കുള്ളത്. അപ്പോൾ നമ്മളെല്ലാം വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ നാളെ രാവിലെ നമ്മൾ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പൊ സമയം എന്ന് പറയുകയാണെങ്കിൽ 9:30 കഴിഞ്ഞ് 9:45 ഇന്നിപ്പം പോയി കിടന്ന് ഉറങ്ങി നാളെ രാവിലെ 4 മണിക്കാണ്. ഓക്കെ, ഹേ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം മുമ്പ് സമയം എന്ന് പറയാൻ 3:30 അപ്പം 4 മണിയൊക്കെ വേണ്ടി പോകാം. നമ്മൾ 3 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പൊ 3 കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അവന്മാരെ മേളിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നത് ബൈക്കിനാണ് പോകുന്നത്. അപ്പൊ ബൈക്കിന് കൊണ്ട് പത്തനംതിട്ട കൊണ്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബസ്സിനാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നേരെ അവന്മാരുടെ അടുത്ത് പോവാം. അങ്ങനെ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സമയമാണെങ്കിൽ 3:45. ഇപ്പൊ എല്ലാരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ വരുന്നുണ്ട്. നമ്മുടെ ശങ്കർ വന്നിട്ടുണ്ട്, കണ്ണൻ വന്നിട്ടുണ്ട്, ഇനി ഒരാൾക്കും ഉണ്ട്. അവനും കൊണ്ട് വെയിറ്റിങ്ങിലാണ്. ഇപ്പം വരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഗൈസ് വന്നിട്ടുണ്ട്. വരാന്ന് പറഞ്ഞ വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് എല്ലാരും വന്നിട്ടുണ്ട്. നമുക്കിനി നേരെ പോകുന്നത് പത്തനംതിട്ടയിലോട്ടാണ്. അങ്ങനെ ഗൈസ് ഇപ്പൊ നമ്മൾ 4:30 ആയപ്പോഴത്തേക്കും പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്കിനി പോകേണ്ട ബസ് പോയി നോക്കണം. അപ്പം 2 പേര് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു വണ്ടി കിടപ്പുണ്ട്, അപ്പുറത്തും വേറൊരു വണ്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവരെല്ലാം പോകാനുള്ളവരാണ്. ഗൈസ് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പോവാണ്. അവിടുന്ന് അന്തോളം ഫസ്റ്റ് വണ്ടി പോകുന്നെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ പറയാൻ വേണം. ചായ കുടിച്ചിട്ടൊക്കെ നമുക്ക് 5:15 വണ്ടി എടുക്കത്തുള്ളൂ പറയുന്നത്. 5:15. അപ്പോൾ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ബസ് ഇപ്പോൾ ഇടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5:15 ആകുമ്പോഴത്തേക്കും ബസ് ഇവിടെ വന്നിരിക്കും. ഗൈസ് ഇവിടെ ആണെങ്കിൽ സൈഡ് സീറ്റിന്റെ ബഹളമാണ്. ഗൈസ് നമ്മൾ ആ വണ്ടി പോവാൻ, ആ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിപ്പോ അത് വണ്ടി മാറ്റിയിട്ടേക്കാണ്. ഇപ്പൊ അടുത്തായിട്ടുള്ള വണ്ടി നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഗവിക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഗവിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഗൈസ് ഇപ്പം കറക്റ്റ് 5:30 കഴിഞ്ഞേക്കാണ്. എല്ലാം ഫുഡ് അയക്കാണ്. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്കും കൂടെ 306 രൂപയാണ് അയക്കുന്നത്. അപ്പൊ കൊറേ നാളത്തെ പ്ലാൻ ആയിരുന്നു, ഇല്ലടാ? ഒത്തിരി നാളത്തെ പ്ലാൻ ആയിരുന്നു ഗവിക്ക് പോകാൻ വേണ്ടി ഉള്ളത്. ഇപ്പൊ ഇന്നാണ് അത് സാധിച്ചത്. ഇപ്പോൾ കാശ് ഇനി ഓഫ് ടു ഗവി. അല്ലല്ല, ഫ്രീ അല്ല. ആദ്യം കണ്ടക്ടർ വന്നപ്പോഴേ മോനെ ലേഡീസ് ടിക്കറ്റാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ 5:30 പുറപ്പെടുന്ന ഗവി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. പബ്ലിക് ഹോളിഡേ വരുവാണെങ്കിൽ തന്നെ ബസ്സിനകത്ത് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടാവില്ല. ഞങ്ങൾ പോയ ദിവസം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പോകുന്ന വഴിക്കാണെങ്കിൽ വന്യമൃഗങ്ങളെ കാണാമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോയെങ്കിലും വന്യമൃഗങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വരെ ഒരാൾക്ക് 153 രൂപയാണ് ടിക്കറ്റ് വില. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിർത്തിയേക്കുവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ചിറ്റാർ എന്ന സ്ഥലത്താണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ രാവിലെ ഇവിടുത്തെ ആഹാരം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇഡലിയും സാമ്പാർ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. വണ്ടിക്കകത്തോട്ട് കയറാം. ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയാണ്.
അങ്ങനെ ഇപ്പം എന്താണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റായ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലൂടെ കയറാൻ തുടങ്ങിയാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടും നല്ല കാടാണ്. കാട്ടിലൂടെ നമ്മളിനി പോകുന്നത്. ഇനി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെ നല്ല കാടായിരിക്കും. ഇനി നമ്മുടെ ഫോണിൻ്റെ റേഞ്ചൊക്കെ കട്ടാകാൻ പോവുകയാണ്. പിന്നെ ഗൈസ് നമ്മുടെ പ്രൈവറ്റ് വാഹനം, അതായത് ബൈക്ക് ഇല്ലാതെ പ്രൈവറ്റ് വാഹനം കൊണ്ട് വരുവാണെങ്കിൽ തന്നെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കടത്തിവിടത്തുള്ളൂ. അതുപോലെ ഒരു ദിവസം 30 വാഹനത്തിൽ കൂടുതൽ കടത്തിവിടത്തില്ല. ഇടത്ത് വശത്തോട്ട് നോക്കി ആദ്യത്തെ ഡാം കാണാം. നമ്മൾ പോകുന്നത് 5 ഡാം കടന്നിട്ടാണ്. അതായത് 4 ഡാമിൻ്റെ മുകളിൽ കൂടാണ് പോകുന്നത്. 5ാമത്തെ ഡാമാണ് ഗവിയാർ ഡാം. കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒരു വട്ടമെങ്കിലും പോകേണ്ട കാഴ്ച തന്നെയാണ് ഗവി ട്രിപ്പ്. ഗായ്സ് ഒരു 3-4 മണിക്കൂർ ഫുള്ള് നമ്മൾ കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 4 മണിക്കൂർ കഷ്ടിച്ച് 4 മണിക്കൂർ കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. താഴെ പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പാണ്. ഹലോ ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി സ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇവിടെ ഇറങ്ങിയൊക്കെയാണ്. എങ്ങനെയുണ്ട് സ്പോട്ട്? എങ്ങനെയുണ്ട് നമ്മൾ ട്രിപ്പൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാമേ. പിന്നല്ല അല്ല വണ്ടി സ്റ്റാർട്ട് ആക്കിയേക്കാണ്. ഇപ്പം 15 മിനിറ്റ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. സ്ക്വയർ കിലോമീറ്റർ കക്കി ഡാമിന്റെ ഏറ്റവും ആഴമുള്ള ഡാമായത്. കേരളത്തിലെ തന്നെ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള, അതായത് ആഴത്തിൽ 2ാം സ്ഥാനത്തുള്ള ഡാമായിരുന്നു. ഇടുക്കി ഡാം. ആ ഡാമിലെ കറുത്ത് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത്ര ഉയരത്തിൽ വെള്ളം വരുന്നു. മഴ പെയ്ത് കഴിയുമ്പോൾ എല്ലാ വർഷവും വെള്ളം അവിടെ വരെ കയറും. അതാണ് അവിടെ കത്തിരിക്കുന്നത്. ഗൈസ് നമ്മളിപ്പോൾ കക്കി ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. കക്കി ഡാം ആ മലയൊന്നും കാണുന്നത് എല്ലാം മൂടും. ഈ ഡാമിന്റെ ആഴം അറിയണമെങ്കിൽ ഈ സൈഡിലോട്ട് നോക്കണം. എണീറ്റ് വന്ന് നോക്കിയാൽ കാണും. ഗായ്സ് ഈ വീഡിയോക്കകത്ത് കാണുന്നതിനെക്കാട്ട് നല്ല ഹൈറ്റാണ്. വീഡിയോക്കകത്ത് കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റാണ് ഉള്ളത്. താഴോട്ട് നല്ല ഹൈറ്റിലുണ്ട്. ഇപ്പോൾ ഇതാണ് ഡാമിന് മേളിക്കുള്ള വ്യൂ. കാട്ടിൽ പോയത് ഞാൻ പറഞ്ഞില്ല. ആ മല കണ്ടോ? 2 മലക്കിടയ്ക്ക് അങ്ങൊരു മല കഴിക്കുന്നുണ്ടോ? ആ മലയാണ് ശബരിമല മകരം കൊടുക്കുന്ന പൊന്നമ്പലമേട്. ഇതുകൊണ്ട് ഗൈസ് ആ കാണിക്കാം, ഇപ്പം ഈ 2 മലക്കിടയ്ക്ക് ഒരു അങ്ങ് കാണുന്ന മല കണ്ടോ? ആ കാണുന്ന മലയുടെ കാര്യം പറയുന്നത്. ആ കോട കയറി കിടക്കുന്ന മല. മകരവിളക്ക് ദിവസം ഉണ്ടല്ലോ, ജനുവരി 14. ഈ ഡാമിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ വിളക്ക് കത്താൻ കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഒരു 9 മണി 9:15 ആയപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ 2ാമത്തെ ചെക്ക് പോസ്റ്റിലൂടെ കയറിയേക്കാണ്. ഗായ്സ് ഇപ്പം കയറി പോകുന്ന ഡാം എന്ന് പറയുകയാണെങ്കിൽ ഓർഡിനറി സിനിമയ്ക്കകത്ത് ലാസ്റ്റ് ക്ലൈമാക്സ് സീനെ ആസിഫ് അലി ഡാമിൻ്റെ മുകളിൽ ചാടുന്നുണ്ടല്ലോ, അത് ഈ ഡാമിൻ്റെ മുകളിൽ നിന്നാണ് ചാടുന്നത്. ഇതാണ് ആ ഡാം.
ഗൈസ് അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് ഡാമിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ കാണാം ഗായ്സ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇപ്പോൾ ആനയെ കണ്ട്, ഇപ്പോൾ ആനയെ കണ്ട വണ്ടിയൊക്കെ നിർത്തി ഇപ്പോൾ എല്ലാവരും ആനയെ കണ്ടു നിൽക്കുകയാണ്. നിങ്ങൾക്ക് ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതോ ആ കാണുന്ന മലയുടെ മേളിൽ ആന നിൽപ്പുണ്ട്. ഇപ്പോൾ ആനയെ കണ്ടുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ആനയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ സൈഡാ കണ്ടോ? ഇവിടെ കാണത്തില്ലേ? ഇവിടെ നോക്കിയാൽ കാണത്തില്ല. അവർ നോക്കിയാൽ ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോ ഒരു അരമണിക്കൂറിനുള്ളിൽ ചെല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി ഇനി അവിടെ ചെന്ന് കാണാം. അവസാനം 10 മണിയായപ്പോ നമ്മൾ ഗവി വന്നിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ വന്നിട്ടുണ്ട്. ഇനി ബാക്കി അങ്ങോട്ട് കാഴ്ചയിലേക്ക് പോവാം. നിങ്ങളോട് പറയാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ. പിന്നെ ഗവിയിലെ ട്രാവലിംഗ് എന്ന് പറയുന്നത് ബസ്സിലെ ട്രാവലിംഗ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. അത് ബസ്സിൽ തന്നെ വന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടിപൊളി ഇതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. വേറെ ഒന്നുമല്ല, നമ്മൾ പാക്കേജോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ വന്നത്. അതുകൊണ്ട് നമുക്ക് ട്രക്കിങ്ങിനൊന്നും കയറാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. പാക്കേജ് എടുത്തവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഗൈസ് അത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഫുഡ് രാവിലെ ഞങ്ങൾക്ക് കട കയറിയപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കയറിയപ്പോഴേ ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സീനില്ലാത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പാക്കേജിൻ്റെ കാര്യം മാത്രമേ അറിഞ്ഞത്. ആ മാത്രമേ ഉള്ളൂ പ്രശ്നം. വേറൊന്നുമല്ല, ഗവി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം ആണെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് വന്നത്. അപ്പം ബസ് സർവീസ് എന്നാണെങ്കിൽ എപ്പോഴും സമയത്തൊന്നും എല്ലാ സമയത്തൊന്നും ഇല്ല. രാവിലെ ആണെങ്കിൽ 5:30ക്കും പിന്നെ ആണെങ്കിൽ 6:30ക്കുമാണ് ബസ് സർവീസുകൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരാനാണെങ്കിൽ 2 വീലർ ഒഴികെ ബാക്കി എല്ലാ വണ്ടിക്കും വരാം. അതിനോടൊപ്പം തന്നെ പാസ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കയറ്റി വിടത്തുള്ളൂ. അപ്പം എന്താ പറയുക, അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ പാക്കേജ് എടുത്തതിന് ശേഷം മാത്രം വരിക. അങ്ങനെ കഴിച്ച് നമുക്ക് ഇനി പോകേണ്ട വണ്ടി ഇനി 2 മണിക്കേ ഉള്ളൂ. അതുവരെ നമ്മൾ കൊണ്ടുവരുന്ന സാധനമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടിയുണ്ട് കാവലിന്. 1 2 നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. നമ്മള് കഴിച്ചോണ്ടെങ്കിൽ കൂട്ടി പട്ടി നമ്മളെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ കഴിക്കുന്നത്. അപ്പൊ പട്ടിക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് ബോറടിച്ച് അവസാനം ഇപ്പം 1:45 ഇനി ഒരു കുറച്ച് സമയം കൂടെ ഉള്ളൂ ബസ് വരാൻ. 2 മണിക്ക് ഒരു ബസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് പത്തനംതിട്ടയിലോട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്കേ ഉള്ളൂ. ഇപ്പൊ 2 മണിക്ക് ബസ്സിന് വേണ്ടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 2 മണിയായപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഗൈസ് ഇനി നേരെ ഇനിയും പത്തനംതിട്ട കാണാം. ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്പോട്ടിലോട്ട് നിർത്തിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അതിനകത്ത് ആടുന്ന വണ്ടിയാ. ഗൈസ് ഇവിടെ അട്ടയുണ്ട്. അട്ട എന്ന് പറയുന്ന ചോര കുടിക്കുന്ന അട്ടയാണ്. ഗായ്സ് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ വേറൊരു ബസ് കണ്ടു. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ പാക്കേജ് എടുത്ത് പോകുന്നവരൊക്കെയാണ്. ഇവർക്ക് സ്റ്റേ ഒക്കെ ഉണ്ട്. അവസാനം നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ഇനിയും പോയി എന്തെങ്കിലും കഴിക്കണം. ഇതുവരെ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും പോയി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. അൽബാരിസിൽ പോയി മന്തി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കി മന്തി കഴിച്ചിട്ടുണ്ട്. ഗായ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നിട്ട് വയ്യ. ഞങ്ങൾ രാവിലെ എങ്ങാണ്ട് 3 ഇഡലി എങ്ങാണ്ട് കഴിച്ചതാണ്. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഗൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ടയേർഡായി. ഇപ്പൊ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വീട്ടിൽ കാണാം. ഗൈസ് അവസാനം ഒരു 9 മണിയൊക്കെ അപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ 3 നേരം കിണിച്ചാണ്. ഉറക്കം വന്നിട്ട് വയ്യ. ഇനിയിപ്പോൾ നേരെ പോയി കിടക്കാൻ പോയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.